Part A question. Find the real and imaginary parts of z1, z2 where z1 equal to 8 minus 3i and z2 equal to 9 plus 2i. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി സോൾവ് ചെയ്താണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് 1 by i raised to 5. ഈ സെയിം മോഡലൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തായിരുന്നു. 1 by i raised to 6ൻ്റെ ആ സെയിം മെത്തേഡ് തന്നെ ഇവിടെ ഉപയോഗിക്കണ്ടേ. 1 by i raised to 5നെ 1 by i raised to 4 into i എന്ന് എഴുതാം. i raised to 4 1 ആണ്. 1 into i 1 by i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ i by i സ്ക്വയർ വരും. i സ്ക്വയർ -1 ആണ്. i by -1 മൈനസ് i. ഓക്കെ, ഓർക്കേണ്ട കാര്യം i സ്ക്വയർ -1, i ക്യൂബ് -i, i raised to 4 1. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് cos 2pi by 9 plus i sin 2pi by 9 whole raised to 9. ഈ മെത്തേഡിലൊരു ക്വസ്റ്റ്യനും ഈ സെയിം മോഡലൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഓക്കെ, ആ മെത്തേഡിൽ തന്നെ ഉപയോഗിക്കുക. cos 2pi by 9 plus i sin 2pi by 9 whole raised to 9 ഈക്വൽ ടു എന്ത് ചെയ്യുക, ഈ 9നെ കോസിൻ്റെ സൈൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഏത് ഫോർമുലയോടെ അപ്ലൈ ചെയ്യുന്നത്? cos x പ്ലസ് i sin x ഹോൾ റേസ് ടു n ഈക്വൽ ടു cos nx പ്ലസ് i sin nx. ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് cos 9 ഇൻറ്റു 2pi by 9 പ്ലസ് i sin ഇൻറ്റു 9 ഇൻറ്റു സൈൻ ഓഫ് 9 ഇൻറ്റു 2pi by 9 എന്ന് എഴുതാം. 9 കട്ടായി പോവും. ബാക്കി എന്താ ഉള്ളത്? cos 2pi പ്ലസ് i sin 2pi. cos 2pi 1, sin 2pi 0. അങ്ങനെ 1 എന്ന് കിട്ടും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ എ ഹാർമോണിക് ഫംഗ്ഷൻ. ഇതും ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യനാണ്, ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഓക്കെ, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫങ്ഷൻസിനെയാണ് ഹാർമോണിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് y ഡബിൾ ഡാഷ് ഈക്വൽ ടു y ഡാഷ് യൂസിങ് ദ പവർ സീരീസ് മെത്തേഡ്. സോ നമുക്ക് y ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ് പ്ലസ് a4x റൈസ് ടു 4 പ്ലസ് a5x റൈസ് ടു 5 ഇങ്ങനെ എടുക്കാം. ദെൻ y ഡാഷ് a1 പ്ലസ് 2a2x പ്ലസ് 3a3x സ്ക്വയർ പ്ലസ് 4a4x ക്യൂബ് പ്ലസ് 5a5x റൈസ് ടു 4 പ്ലസ് എക്സെട്ര. y2 ഡാഷ് ഈക്വൽ ടു a2 പ്ലസ് 3 ഇൻറ്റു 2 ഇൻറ്റു a3 ഇൻറ്റു x പ്ലസ് 4 ഇൻറ്റു 3 ഇൻറ്റു a4 ഇൻറ്റു x സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 4 ഇൻറ്റു a5 ഇൻറ്റു x ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ y ഡബിൾ ഡാഷ് ഈക്വൽ ടു y ഡാഷ്, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, y ഡാഷ് എന്താണ്? ഇത് 2a2 പ്ലസ് 3 ഇൻറ്റു 2 ഇൻറ്റു a3 ഇൻറ്റു x പ്ലസ് 4 ഇൻറ്റു 3 ഇൻറ്റു a4 ഇൻറ്റു x സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 4 ഇൻറ്റു a5 ഇൻറ്റു x ക്യൂബ് പ്ലസ് എക്സെട്ര ഈക്വൽ ടു y ഡാഷ്. y ഡാഷ് ഇതാണ് a1 പ്ലസ് 2a2x പ്ലസ് 3a3x സ്ക്വയർ പ്ലസ് 4a4x ക്യൂബ് പ്ലസ് എക്സെട്ര. രണ്ട് സൈഡിലെയും
എക്സിൻ്റെ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഇതിൻ്റെ എല്ലാം കോഎഫിഷ്യൻറ്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റൻറ്റ് ടേം 2a2 ആണ്. അതും റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻറ്റ് ടേമും ഈക്വൽ ആയിരിക്കും a1ഉം. ഓക്കെ, അതായത് a2 ഈക്വൽ ടു a1/2. അതുപോലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കാം രണ്ട് സൈഡിൽ 3 × 2 × a3 ഈക്വൽ ടു 2 × a2. അപ്പോൾ a3 ഈക്വൽ ടു a3 equal to 2a2/3 × 2. അതായത് a2/3. a2 എന്താണ്? a1/2. അപ്പോൾ a1/3 × 2. ഇനി എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. ഇതും 4 × 3 × a4 ഈക്വൽ ടു 3a3. So a4 equal to 3a3 divided by 4 × 3 equal to a3/4 equal to a3യുടെ വാല്യൂ എന്താണ്? a3യുടെ വാല്യൂ a1/3 × 2. അപ്പോൾ a1/4 ഉണ്ട്, 4 × 3 × 2. അതായത് ആക്ച്വലി a1/3 ഫാക്ടോറിയൽ, ഇത് a1/4 ഫാക്ടോറിയൽ, ഇത് a1/2 ഫാക്ടോറിയൽ, അങ്ങനെ പോകും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് a5 എന്ത് കിട്ടും? a5 എക്സ് ക്യൂബിൻ്റെ കോഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. 5 × 4 × a5 ഈക്വൽ ടു 4a4 എന്ന് കിട്ടും. അതായത് a5 ഈക്വൽ ടു 4a4/5 × 4 ഈക്വൽ ടു a4/5. a4 എന്താണ്? a1/4 ഫാക്ടോറിയൽ അല്ലേ? 4 ഫാക്ടോറിയൽ ഒരു 5 എന്ന് വെച്ചാൽ a1/5 ഫാക്ടോറിയൽ. ഈ വാല്യൂസ് എല്ലാം കിട്ടും. ഇനി ഇതെല്ലാം വൈയിലേക്ക് ഇട്ട് കൊടുക്കുക. y എന്തായിരുന്നു? a0 പ്ലസ് a1x പ്ലസ് a2x². a2ൻ്റെ വാല്യൂ എന്താ? a1/2 ഫാക്ടോറിയൽ. a1/2 ഫാക്ടോറിയൽ x², പിന്നെ a3x³ അല്ലേ? a3യുടെ വാല്യൂ a1/3 ഫാക്ടോറിയൽ ഇൻറ്റു x³ പ്ലസ് a1/4 ഫാക്ടോറിയൽ ഇൻറ്റു x⁴ പ്ലസ് എക്സെട്ര, അങ്ങനെ പോവും. ഈക്വൽ ടു a0 പ്ലസ് a1 ഇൻറ്റു x പ്ലസ് x² by 2 ഫാക്ടോറിയൽ പ്ലസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് x⁴/4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അതായത് a0 പ്ലസ് a1 ഇൻറ്റു ഈ സീരീസ് എന്താണ്? ഇത് ഈ e⁻x പോലത്തെ സീരീസാണ്. ഈ e⁻x സീരീസ് 1 പ്ലസ് x പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നാണ്. ഓക്കെ, പക്ഷെ ഇവിടെ 1 ഇല്ല. ഇവിടെ 1 സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ 1 ഇല്ല. അപ്പോൾ 1 എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ e⁻x−1 ഈക്വൽ ടു x പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ സീരീസിന് വരെ എന്തെഴുതാം? e⁻x−1 എന്ന് എഴുതാം. അതായത് a0 പ്ലസ് a1 e⁻x മൈനസ് a1 എന്ന് വരും. അതായത് a0 മൈനസ് a1 പ്ലസ് a1 e⁻x. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ നല്ല a2 എന്ന് വല്ലതും കൊടുക്കാം. a2 പ്ലസ് a1 e⁻x. ഇതാണ് ജനറൽ സൊല്യൂഷൻ. y ഈക്വൽ ടു a1
e raised to x plus a2. ഇത് സാറ്റിസ്ഫൈ ചെയ്യുമോ ഇക്വേഷൻ? ഡെറിവേറ്റീവ് എടുത്താൽ a1 e raised to x കിട്ടും, വീണ്ടും ഡെറിവേറ്റീവ് എടുത്താലും സെയിം തന്നെ കിട്ടും. സോ y ഡബിൾ ഡാഷ് ഈക്വൽ ടു y ഡാഷ് എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ Legendre polynomials. How is it different from Legendre functions? ഫസ്റ്റ് തന്നെ Legendre polynomial എന്താണെന്ന് എഴുതാം. Legendre ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് Legendre polynomials. ഓക്കെ, Legendre polynomials are polynomials Pn of x are solutions to Legendre's differential equation equation 1 minus x square into d square y by dx square minus 2x into dy by dx plus n into n plus 1 y equal to 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് Legendre പോളിനോമിയൽസ്. n എന്നുള്ളത് നോൺ നെഗറ്റീവ് ഇൻറ്റിജറാണ്, അതായത് n ഈക്വൽ ടു 0 1 2 3 എക്സെട്ര. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് Legendre പോളിനോമിയൽസ് എഴുതുക. ദ ഫസ്റ്റ് 3 or 4 എഴുതുക. ഫസ്റ്റ് 3 Legendre polynomials are p naught x equal to 1, p1 of x equal to x, p2 of x equal to 1 by 2 into 3x square minus 1, p3 of x equal to 1 by 2 into 5x cube minus 3x. ഇനി Legendre ഫങ്ഷൻസ് എന്താണെന്ന് എഴുതണം. ഇനി Legendre ഫങ്ഷൻസ് എന്താണെന്ന് എഴുതുക. Legendre functions നോട്ട് ചെയ്യുന്നത് p v m of x and q v m of x are solutions to the differential equation one minus x square d square y by dx square minus 2x into dy by dx v into v plus 1 minus m square by 1 minus x square y equal to 0. ഇതാണ് Legendre ഫങ്ഷൻസ്. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ, Legendre പോളിനോമിയൽസും Legendre ഫങ്ഷൻസും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. റിലേഷൻ ബിറ്റ്വീൻ Legendre പോളിനോമിയൽസ് ആൻഡ് Legendre ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ പി എൻ എം ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു എം ബൈ 2
into d raised to m by dx raised to m pn of x. ഇത് എഴുതണമെന്ന് നിർബന്ധമില്ല. അടുത്തൊരു പോയിന്റ് എഴുതാം. ഓക്കെ, pn of x are defined for non-negative integer n, while Legendre functions are defined for any real or complex v. ഓക്കെ, അതായത് പി എൻ ഓഫ് എക്സുകൾ ഇൻറ്റിജേഴ്സിന് മാത്രമേ, നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിന് മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. പക്ഷേ ലെജൻഡർ ഫങ്ഷൻസ് എല്ലാ റിയൽ നമ്പറിലും കോംപ്ലക്സ് നമ്പറിൽ പോലും ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുക. ലെജൻഡർ പോളിനോമിയൽ എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക, കുറച്ച് പോളിനോമിയൽസ് എഴുതുക, അത് കഴിഞ്ഞ് ലെജൻഡർ ഫങ്ഷൻസ് എന്താണെന്ന് എഴുതുക, പിന്നെ വ്യത്യാസം, ഏതെങ്കിലും ഒരു വ്യത്യാസം എഴുതുക രണ്ട് തമ്മിലുള്ള. ഇപ്പോൾ പി എൻ ഓഫ് എക്സ് എന്നിന് മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ, പക്ഷേ ലെജൻഡർ ഫങ്ഷൻസ് എല്ലാ വികൾക്കും ഡിഫൈൻഡ് ആണ്. ലെജൻഡർ ഫങ്ഷൻസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുകൂടി എഴുതാം. ഫങ്ഷൻസ് പി വി ഓഫ് എക്സ് ഇവിടെ എഴുതുക, പി വി ഓഫ് എക്സ് ആൻഡ് ക്യൂ വി ഓഫ് എക്സ് ആർ ഡിഫൈൻഡ് ഫോർ എനി റിയൽ നമ്പർ, റിയൽ ഓർ കോംപ്ലക്സ് വി. അടുത്ത ക്വസ്റ്റ്യൻ, check the analyticity of the function f of z equal to e raised to x into cos y plus I sin y. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ ചെക്ക് ചെയ്യണം. ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അത് കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, ചെയ്യുന്നില്ലെങ്കിൽ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. തന്നിട്ടുള്ള ഫംഗ്ഷൻ e raised to x into cos y plus I sin y. അതായത് e raised to x into cos y plus I into e raised to x into sin y. ഇതിപ്പോൾ u പ്ലസ് ഐ വി എന്നുള്ള ഫോമിലായി. u എന്ന് വെച്ചാൽ e raised to x cos y, v e raised to x sin y. കോഷി റീമാൻ ഇക്വേഷൻസ് എന്താണ്? കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് വെച്ചാൽ യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് യു എക്സ് കണ്ടുപിടിക്കാം. റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ റേസ് ടു എക്സ് ഡെറിവേറ്റീവ് ഈ റേസ് ടു എക്സ് തന്നെ, അപ്പോൾ ഈ റേസ് ടു എക്സ് കോസ് വൈ തന്നെ കിട്ടും. യു വൈ എന്ത് കിട്ടും? ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ മൈനസ് സൈൻ വൈ, അപ്പോൾ മൈനസ് ഈ റേസ് ടു എക്സ് സൈൻ വൈ. വി എക്സ് എന്ത് വരും? ഈ റേസ് ടു എക്സ് സൈൻ വൈ. വി വൈയോ ഡെറിവേറ്റീവ് ഓഫ് സൈൻ വൈ കോസ് വൈ, അപ്പോൾ ഈ റേസ് ടു എക്സ് കോസ് വൈ എന്ന് കിട്ടും. അപ്പോൾ നമുക്കെന്ത് കിട്ടി? യു എക്സ് ഈക്വൽ ടു ഈ റേസ് ടു എക്സ് കോസ് വൈ. ഇവിടെയും ഈ റേസ് ടു എക്സ് കോസ് വൈ ഉണ്ട്, അതെന്താണ്? വി വൈ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് യു എക്സ് ഈക്വൽ ടു വി വൈ. ഇനി യു വൈ എന്താണ്? മൈനസ് ഈ റേസ് ടു എക്സ് സൈൻ വൈ ഈക്വൽ ടു മൈനസ് ഈ റേസ് ടു എക്സ് സൈൻ വൈ ഇവിടെ ഉണ്ട്, ഈ റേസ് ടു എക്സ് സൈൻ വൈ വി എക്സ് ആണ്, അപ്പോൾ മൈനസ് വി എക്സ്. ദാറ്റ് ഈസ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. The function satisfies
Cauchy-Riemann equations. Therefore the function is analytic in the entire complex plane. അടുത്ത question, prove that mod sin z square equal to sin square x plus sin h square y. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അത് ചെക്ക് ചെയ്യാം. അടുത്ത question, find the real and imaginary parts of cos h of -3 minus 6i. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമുലയാണ് കോസ് ഓഫ് ഐ എക്സ് ഈക്വൽ ടു ഐ ഇൻറ്റു കോസ് എച്ച് എക്സ്. കോസ് ഓഫ് ഐ എക്സ് ഈക്വൽ ടു കോസ് എച്ച് എക്സ്. ഐ വരില്ല, സൈനിൽ ഐ വരും. സോ കോസ് ഓഫ് ഐ എക്സ് ഈക്വൽ ടു കോസ് എച്ച് എക്സ്. ഈ ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ആക്ച്വലി ഇത് ഇസെറ്റിനും ഇത് ആപ്ലിക്കബിൾ ആണ്. കോസ് ഓഫ് ഐ ഇസെറ്റും കോസ് എച്ച് ഇസെറ്റാണ് കേട്ടോ, അത് ഓർക്കുക. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള കോസ് എച്ച് ആണ്, കോസ് എച്ച് ഓഫ് -3 മൈനസ് 6i ആണ്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, കോസ് എക്സ് കോസ് ഓഫ് ഐ എക്സ് ആണ്. അപ്പോൾ ഇതിന് കോസ് ഓഫ് ഐ ഇൻറ്റു എക്സിന് പകരം ഇതാണ്. അപ്പോൾ കോസ് ഓഫ് ഐ ഇൻറ്റു -3 മൈനസ് 6i എന്ന് എഴുതാം. അതായത് കോസ് ഓഫ് -3i മൈനസ് 6i സ്ക്വയർ ഈക്വൽ ടു കോസ് ഓഫ് -3i ഐ സ്ക്വയർ -1, അപ്പോൾ +6 എന്ന് വരും. അതായത് കോസ് ഓഫ് 6 മൈനസ് 3i. ഇനി എന്ത് ചെയ്യുക, കോസ് ഓഫ് എക്സ് മൈനസ് വൈയുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കോസ് 6 കോസ് 3i പ്ലസ് സൈൻ 6 സൈൻ 3i. അതായത് കോസ് 6 കോസ് എച്ച് 3 ഉണ്ടോ, കോസ് ഓഫ് ഐ എക്സിൻ്റെ ഫോർമുല വരും ഇവിടെ, എക്സിന് പകരം 3. അപ്പോൾ കോസ് ഓഫ് ഐ എക്സ് കോസ് എച്ച് എക്സ് ആണ്. അപ്പോൾ കോസ് എച്ച് 3 പ്ലസ് സൈൻ 6 ഇൻറ്റു സൈൻ ഓഫ് ഐ എക്സിൻ്റെ ഫോർമുല. സൈൻ ഓഫ് ഐ എക്സിൻ്റെ ഫോർമുല ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ് എന്നാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ ഇൻറ്റു സൈൻ എച്ച് 3 എന്ന് എഴുതാം. ഇത് ആക്ച്വലി എന്തായി ഇപ്പോൾ കോസ് 6 കോസ് എച്ച് 3 പ്ലസ് ഐ ഇൻറ്റു സൈൻ 6 സൈൻ എച്ച് 3. റിയൽ പാർട്ടും ഇമാജിനറി പാർട്സുമാണ് കണ്ടുപിടിക്കേണ്ടത്. റിയൽ പാർട്ട് എന്താണ്, കോസ് 6 കോസ് എച്ച് 3. ഇമാജിനറി പാർട്ട് സൈൻ 6 സൈൻ എച്ച് 3. നെക്സ്റ്റ് essay question ആണ്, പാർട്ട് സി. ഫൈൻഡ് ആൻഡ് പ്ലോട്ട് ഓൾ ദ 8th റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു വെക്കണം എന്തായാലും.